ഷിജുഖാൻ, ഇവിടെ അല്പം മുമ്പ്, അതായത് ഇന്ന് രാവിലെയോടുകൂടിയാണ് സർക്കാർ എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തു വരികയും ചെയ്തത്. അതുവരെ വല്ലാത്ത കോലാഹലമിളക്കിയ മാധ്യമങ്ങൾക്ക് പിന്നീട് മിണ്ടാട്ടമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വാദം പിന്നീട് ഈ അന്വേഷണം പ്രഹസനമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരമൊരു കൂടിക്കാഴ്ച അല്പം വൈകിപ്പോയി എന്നുള്ളൊരാക്ഷേപം പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ ഈ വിഷയത്തെ CPM എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായും CPM വിശദീകരിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഷിജുഖാൻ, ഇവിടെ ഇത്തരം സംവാദങ്ങളുടെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ഒരു SP-യെ സസ്പെൻഡ് ചെയ്തു. ADGP-ക്കെതിരായിട്ട് അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. വിജിലൻസ് കേസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണവും അടക്കം വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ തുടക്കം മുതൽ CPIM-നെയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും വേട്ടയാടുന്നതിനു വേണ്ടി ഈ സംഭവത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏതെങ്കിലും IPS ഓഫീസറോ IAS ഓഫീസറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ സിവിൽ സർവീസ് ഓഫീസർമാരോ ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിനകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. നിയമവിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് ചൂണ്ടിക്കാണിക്കുകയോ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരികയോ ചെയ്താൽ ഗവൺമെൻറ് പരിശോധിക്കും. പിന്നെ ഗവൺമെൻറ് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ ആക്ഷൻ ത്രില്ലർ സിനിമകളിലേതുപോലെ രാവിലെ പരാതി വന്നാൽ അടുത്ത നിമിഷം തന്നെ, സിനിമയിലാണെങ്കിൽ അടുത്ത സീനിൽ തന്നെ നടപടിയെടുത്ത് പുറത്താക്കി കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കും. അതൊക്കെ സിനിമകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുണ്ടാവും. സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായ പരിശോധനയുണ്ടാവും. IPS ഓഫീസർമാരുൾപ്പെടെ നടത്തുന്ന ചട്ടലംഘനം അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുക. ഇപ്പോൾ RSSൻ്റെ ഒരു സമുന്നതനായ നേതാവിനെ കേരളത്തിലെ ADGP കണ്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ കാര്യമായാലും വ്യക്തിപരമല്ലാത്ത കാര്യമായാലും അതിനെ സംബന്ധിച്ച് സമൂഹത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വരികയാണ്. അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ ഗവൺമെൻറ്റിന് യാതൊരു മുൻവിധിയും ഇക്കാര്യത്തിലില്ല. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം മറ്റു ചില ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പിന്നെ RSSുമായിട്ടുള്ള CPIM-ൻ്റെ ബന്ധമെന്നും മുഖ്യമന്ത്രിയുമായിട്ട് RSSൻ്റെ ബന്ധമെന്നും ഒക്കെ ആക്ഷേപിക്കാനാണ് വലതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSSുമായി നിരന്തരം ആശയപരമായും അതോടൊപ്പം രാഷ്ട്രീയമായും നേർക്കുനേർ നിന്ന് പൊരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ സമുന്നതനായ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. രാജ്യത്ത് RSSനും BJPക്കും എതിരായി വലിയ നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ജനകീയ പോരാട്ടം നടത്താനും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായി BJPയെ നേരിടണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഒക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ഇവർ ആഗ്രഹിക്കുകയാണ്, ചില മാധ്യമങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു SP-യെ ഇതാ സംരക്ഷിക്കുന്നു. അപ്പോൾ സസ്പെൻഷൻ നടപടി വന്നപ്പോൾ അവരുടെ വാദം പൊളിഞ്ഞു. പിന്നെ ADGP-യെ സംരക്ഷിക്കുന്നു. അപ്പോൾ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ വാദം പൊളിഞ്ഞു. ഇപ്പോൾ വീണ്ടും RSSുമായിട്ടുള്ള പിന്നെ ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ADGP-ക്കെതിരായി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും അവർക്ക് പിന്നെ നിലയില്ലാ കയത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇങ്ങനെ പോകുന്ന രീതിയാണ് അവർക്കുള്ളത്. അടുത്ത ദിവസം അടുത്ത വിഷയം വരുമ്പോൾ അതിനനുസരിച്ച് അവർ നിലപാട് മാറ്റും. പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഈ മാധ്യമങ്ങളുടെ ആക്ഷേപങ്ങളും അവരുടെ പ്രചരണവും ആധികാരികതയില്ലാത്ത വാർത്തകളുമൊക്കെ കെട്ടിപ്പൊക്കി അദ്ദേഹം ഉണ്ടാക്കുന്ന ഈ ഇടതുപക്ഷ വിരുദ്ധതയുടെ പിന്നെ കടലാസ് വഞ്ചി അത് തകർന്നു പോകും എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ശരി.